econometric problems. Econometric problems എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 3 തരം econometric problems ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? മൾട്ടി കൊളിനിയാരിറ്റി, ഹെറ്ററോസെഡാസ്റ്റിസിറ്റി ആൻഡ് ഓട്ടോ കോറിലേഷൻ. ഓക്കെ, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൽ ഒരുപാട് അസംഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടിരുന്നു അത്. അപ്പോൾ ഈ അസംഷൻസിന് വയലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം കടന്നു വരുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് എക്കണോമെട്രിക് പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ എക്കണോമെട്രിക് മോഡലിൽ, അതായത് ഒരു എക്കണോമെട്രിക് മോഡലിനെ നമുക്ക് എന്താ പറയുക, ഓയിൽലെസ് എസ്റ്റിമേറ്റേഴ്സ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് റൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു എക്കണോമെട്രിക് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ ഓയിൽലെസ് എസ്റ്റിമേഷൻ നടത്തില്ല ആദ്യം തന്നെ. അപ്പോൾ ഈ എന്താണ് ഈ മോഡൽ എന്ന് നോക്കാം. ഓക്കെ, ദ സിംപ്ലസ്റ്റ് econometric model is the ordinary least square model. econometric മോഡലിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷൻ എന്നത് ഓയിൽലെസ് ആണ്. ദിസ് മോഡൽ മിനിമൈസസ് സം ഓഫ് സ്ക്വയർഡ് എറർ, അതായത് ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഓയിൽലെസ്സിൽ എന്താ നമ്മൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിനിമൈസസ് സം ഓഫ് സ്ക്വയർഡ് എറർ, അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, സം ഓഫ് സ്ക്വയേഴ്സിലുണ്ടാകുന്ന എറേഴ്സിനെ മിനിമൈസ് ചെയ്യലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണത്? എറേഴ്സ് അതെന്താണ്? ഡീവിയേഷൻ ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദി ഡിപ്പെൻഡൻറ്റ് വാല്യൂ. ഓക്കെ, അതായത് ഒരു മോഡൽ എന്ന് പറയുമ്പോൾ മോഡലിനകത്ത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് വാരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്മാറ്ററി വാരിയബിൾസിലുണ്ടാകുന്ന അല്ലെങ്കിൽ അതിനകത്തൊരു എന്താ പറയേണ്ടത്, ഡിഫറെൻറ്റ് കോറിലേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിലേഷൻസ് കാണാനായിട്ട് സാധിക്കും. ആ റിലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ആ റിലേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ മോഡലിലുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലെ ഈ പ്രോബ്ലത്തിനെ നമുക്ക് പലതായിട്ട് പറയാൻ പറ്റും. ആ പറയുന്നതിനെയാണ് എന്താ മൾട്ടി കൊളിനിയാരിറ്റി ഉണ്ടോ, ഓട്ടോ കോറിലേഷൻ ഉണ്ടോ, ഹെറ്ററോസെഡാസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്കിൽ യഥാർത്ഥത്തിൽ ഇത് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ, അതായത് CLRM എന്ന് പറയുന്നത് കുറേ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ അസംഷൻസ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ബൈ റിലാക്സിങ് ദീസ് അസംഷൻസ് ഓഫ് CLRM we are confronted with some econometric problems. Major econometric problems arises when we relax these റിലാക്സിനെ CLRMത്തിലെ അസംഷനെ റിലാക്സ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ എന്തതിനർത്ഥം, നമ്മളതിനെ വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത്? ഹെറ്ററോസെഡാസിറ്റി, ഓട്ടോ കോറിലേഷൻ ആൻഡ് മൾട്ടി കൊളിനിയാരിറ്റി. ഇതെന്താണെന്നോ? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പ്രോബ്ലം, ദാറ്റ് ഈസ് ഹെറ്ററോസെഡാസിറ്റി. എന്താണ് ഹെറ്ററോസെഡാസിറ്റി എന്ന് പറഞ്ഞാൽ? ഇപ്പം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ? ലാസ്റ്റ് ഒരു വാലിൻ്റെ അറ്റത്ത് നമുക്ക് എന്താണ് ഒരു യു എന്ന് പറഞ്ഞിട്ടുള്ള UI എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞ സാധനം എന്താണത്? ഡിസ്റ്റർബൻസ് ടേം, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം എറർ ടേം എന്ന് പറയാം. അപ്പോൾ ഈ എറർ ടേമിൽ സാധാരണ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ അസംഷനിൽ ഒരു വൺ ഓഫ് അസംഷനാണ് എന്തെന്ന്, എറർ ടേമിനകത്തുള്ള എന്താണ് വാരിയൻസ് എന്ന് പറയുന്നത് സിമിലർ അല്ല എന്നുള്ളത്. ഓക്കെ, അതായത് സിമിലർ ആണ്, ഡിസ്റ്റർബൻസ് ടേമിലുള്ള വാരിയൻസ് സിമിലർ ആണെങ്കിൽ, സിമിലർ അല്ല എന്നാണ്, സിമിലർ ആണെങ്കിൽ അതിനകത്ത് ഹോമോസെഡാസിറ്റി കാണും നമുക്ക് പറയാൻ പറ്റും. അല്ല, സിമിലർ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലമാണ് എന്ത്? ഹെറ്ററോസെഡാസ്റ്റിസിറ്റി. എന്താന്ന് നോക്കാം. Heterosedasticity. The classical linear regression model is that the disturbances UI appearing in the population regression function are homoscedastic. That is, they all have the same variance. In this lesson, we examine the validity of this assumption and find out what happens if this assumption is not fulfilled. We seek answers to the following questions. എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൺ ഓഫ് ദ അസംഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്റ്റർബൻസ് ടേം, അതായത് UI എന്ന് പറയുന്നത് അപ്പിയറിംഗ് ഇൻ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോമോസെഡാസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? സിമിലറാണ്, വാരിയൻസ് എന്താണ്? സിമിലർ ആണെന്നാണ്. എന്നാൽ അത് സിമിലർ അല്ലാതെ വരുമ്പോഴാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഹെറ്ററോസെഡാസിറ്റി എന്ന് പറയുന്നൊരു പ്രോബ്ലം അപ്പിയർ ചെയ്യുന്നത്. എങ്കിൽ എന്താണ് ഇനി ഹെറ്ററോസെഡാസിറ്റി എന്ന് പറയുന്നൊരു പ്രോബ്ലം ക്ലാസിക്കൽ ഇൻ്റഗ്രേഷൻ മോഡൽ പോലെ വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താണ് അതിൻ്റെ ഇഷ്യൂസ്? എന്താണ്
Yes, here we are answers to the following questions. What is the nature of heteroscedasticity? Heteroscedasticity എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നേച്ചർ? അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണുള്ളത്, എന്തെല്ലാം അനന്തരഫലങ്ങളാണ് അതിനകത്തുള്ളത്? ഹൗ വി ക്യാൻ ഡിറ്റക്റ്റ് ഇറ്റ്, എങ്ങനെ നമുക്കിതിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? വാട്ട് ആർ ദ റെമഡിയൽ മെഷേഴ്സ്? ഇനി ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് വൺസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദർ ഇസ് എ heteroscedasticity in a model, how we can solve it. എന്താണ് റെമഡിയൽ മെഷേഴ്സ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. നേച്ചർ ഓഫ് ഹെട്രോസ്ഡാസ്റ്റിസിറ്റി. ഹെട്രോസ്ഡാസ്റ്റിസിറ്റിയുടെ നേച്ചേഴ്സ് എന്തെല്ലാമാണ്? Here where the conditional variance of Y population varies with X, this situation is known appropriately as heteroscedasticity or unequal spread or variance. എന്ന് വെച്ചാൽ എന്താണ്? E ഓഫ് യു ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആയിരിക്കും. അതായത് ഐറ്റത്തിൻ്റെ ഇ ഓഫ് യു ഐ സ്ക്വയർ എന്ന് പറയുന്നത് ആ ഐറ്റത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആയിരിക്കും. സോ വി ക്യാൻ ഇലസ്ട്രേറ്റ് ദ പ്രോബ്ലം ഓഫ് ഹെറ്ററോസ്ഡാസ്റ്റിസിറ്റി ആസ് ഇൻ ദ ഫിഗർ. നോക്കിക്കേ, കറക്റ്റായിട്ട് അറിയാം. അതായത് എക്സ് ആക്സിൽ എന്താ കാണുന്നത്? അവേഴ്സ് ഓഫ് ടൈപ്പിംഗ് പ്രാക്ടീസസ്, ദെൻ ഡെൻസിറ്റി, വൈ ആക്സിൽ ഡെൻസിറ്റി. ദെൻ ആ ടൈപ്പിംഗ് പ്രാക്ടീസസിലുണ്ടാകാവുന്ന എററിനെയാണ് കാണിക്കുന്നത്. ആ എറർ എത്രത്തോളം വ്യാപിക്കുന്നു, എത്രത്തോളം ചുരുങ്ങുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത്. കണ്ടോ, അതിൻ്റെ വാരിയൻസ്, അതിൻ്റെ വാരിയൻസ് സിമിലർ ആണ് ഉള്ളതാണ് നമ്മൾ അസംഷൻ പറഞ്ഞിട്ടുള്ളത്. സിമിലർ അല്ലാതെ വരുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ റീസൺസ് ഓഫ് ഹെറ്ററോസ്ഡാസ്റ്റിറ്റി. ഹെറ്ററോസ്ഡാസ്റ്റിറ്റി ഉണ്ടാവാനുള്ള റീസൺസ് എന്തെല്ലാമാണ്? വൺ ഈസ് in an error learning model, as people learn, their errors of behavior become smaller over time. Second one, as income grows, people have more discretionary income and hence more scope for choice about the disposition of their income. Third one, as data collecting techniques increases, standard deviation I square is likely to decrease. If can also arise as a result of the presence of collinear. Fifth one, if there is skewness in the distribution of one or more recursors included in the model, there is chances of heteroscedasticity. Sixth one, incorrect data transformation. Seventh one, incorrect functional form. So these are the ways in which there is a scope or there is a chance for heteroscedasticity in a model. And what are the consequences of heteroscedasticity? ഇതിനുണ്ടായാലുള്ള കോൺസിക്വൻസ് എന്താണ്? In the presence of heteroscedasticity, we can estimate our regression model and find out the parameters of the model as E of ui square is equal to standard deviation I square. Here yi equal to beta 1 plus beta 2 xi plus ui. So sample regression function ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? yi equal to beta 1 hash plus beta 2 hash xi plus ui. ഇനി യൂഷ്വൽ ഫോമുലയാണ് നമ്മൾ ഓയിലസ് എസ്റ്റിമേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? കണ്ടോ, ബീറ്റ 2 ഹാഷ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ അനുസരിച്ചിട്ട് ഓയിലസ് എസ്റ്റിമേറ്റേഴ്സ് എല്ലാം തന്നെ എപ്പോഴെന്തായിരിക്കും? ബ്ലൂ, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. ഇനി ഹെട്രോസ്ഡാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? അത് ബ്ലൂ ആയിരിക്കുമോ? നോക്കിയേ, ഓയിലസ് എസ്റ്റിമേറ്റേഴ്സ് ആർ സ്റ്റിൽ ലീനിയർ, ദെൻ ഓയിലസ് എസ്റ്റിമേറ്റേഴ്സ് ആർ സ്റ്റിൽ അൺബയാസ്ഡ്, then but they have no longer have minimum variance, that is they are no longer efficient. In short, oilers estimators are no longer blue in small as well as in large samples. Fourth one, the usual formula to estimate variance of oilers estimators are generally biased. അത് ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ, സപ്പോസ് ഹെട്രോസ്ഡാസ്റ്റിസിറ്റി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, വൺസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദർ ഇസ് എ ചാൻസ് ഓർ പ്രസൻസ് ഓഫ് ഹെട്രോസ്ഡാസ്റ്റിസിറ്റി, വാട്ട് ആർ ദ കോൺസിക്വൻസ്? നമ്മൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ ബ്ലൂ ആവാനുള്ള ചാൻസ് ഇല്ലാതാവുന്നു, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അല്ലാതാകുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക എന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ദെൻ ദ ഡിറ്റക്ഷൻ ഓഫ് ഹെട്രോസ്ഡാസ്റ്റിസിറ്റി. ഇതിന് എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? രണ്ട് തരത്തിലാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഫോമൽ മെത്തേഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഇൻഫോമൽ മെത്തേഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇത് ഇൻഫോർമൽ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുമ്മാ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് എവിടെയാണ് വരുന്നത്, അതിനകത്ത് വാരിയൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിലോ ഫോർമൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഫോർമൽ മെത്തേഡ്. നോക്കിയേ, first one, nature of problem. Very often nature of the problem under the consideration, such as whether heterozygosity is likely to be encountered. Based on the past studies, one can analyze the nature of heterozygosity in the surveys. Now, one generally assumes that in similar surveys, one can expect unequal variances among the disturbances. As a matter of fact, in cross-sectional data involving heterogeneous units, heterozygosity may be the rule rather than exceptions. Second one, graphical method. If there is no empirical information about the nature of heterozygosity, in practice, one can do the regression analysis on the assumption that there is no heterozygosity and then do a post-mortem examination of the residual squared UI square to see if they exhibit any systematic pattern. Although UI hash square are not the same thing as UI square, they can be used as proxies, especially if the sample size is sufficiently large. ഒരു സാമ്പിൾ സൈസസ് ഒത്തിരി വലിയതാണെങ്കിൽ നമുക്ക് ഹെറ്ററോസൈഗോസിറ്റി നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ മെത്തേഡിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കാം, ഗ്രാഫിക്കൽ മെത്തേഡിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, സർവേയിൽ നമുക്കത് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാഫിക്കൽ മെത്തേഡിൽ നോക്കിക്കോ, ഒരു എ ബി സി ഡി ആൻഡ് ഇ എന്ന് പറയുന്ന 4 ഗ്രാഫ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ, കണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ഈ 2 റേയിനകത്തുള്ള കുറേ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കണ്ടോ? അതിൻ്റെ എല്ലാം വ്യത്യാസം എന്താണ് നോക്കിക്കേ, എ ബി സി ഡി ആൻഡ് ഇ. എയിലാണെങ്കിൽ we see that there is no systematic pattern between the two variables, suggesting no heterozygosity in data. But from figures B to E, they show some patterns and therefore there is a heterozygosity in this data. കണ്ടോ? അതായത് എ എന്ന് പറയുന്നതിൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല, കണ്ടോ? നമുക്ക് എന്താ പറയുക, അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു പറയാം. എന്നാൽ ബാക്കിയുള്ള എല്ലാത്തിലും തന്നെ നമുക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് മെത്തേഡാണ് എന്ത്, ഫോർമൽ ടെസ്റ്റ്. അതാണ് ഫോർമൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർമൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ടെസ്റ്റിലൂടെയാണ്, എങ്ങനെയാണ് നമുക്കിത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നാണ്. The first test is Park test. Park formalized the graphical method by suggesting that standard deviation I square is some function of the explanatory variable xi. He suggested the functions are standard deviation square, sigma square is equal to sigma square x beta e vi. Okay, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ പ്ലസ് ബീറ്റ എക്സ് ഐ പ്ലസ് ബി ഐ. സിൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഈസ് ജനറലി നോട്ട് നോൺ, പാർക്ക് സജസ്റ്റഡ് യൂസിങ് യു ഐ ഹാഷ് ആസ് എ പ്രോക്സി ആൻഡ് റണ്ണിങ് ഫോളോയിങ് റിഗ്രഷൻ. അതായത് നമ്മൾ റിഗ്രസ് ചെയ്യേണ്ടി വരുന്നു. Then next second test ആണ് cluster test. Cluster suggests that it's similar to a Park test in its spirit. After obtaining the residuals UI hash from the Euler's regression, cluster suggests regressing the absolute values of UI hash on the x variable that is thought to be closely related with standard deviation square. Cluster suggests the following functional form for this. Okay, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അത് നമ്മുടെ എറർ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ടെസ്റ്റ്. നിങ്ങൾ സ്പിയർമാൻ റാങ്ക് ടെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ തന്നെ മറ്റൊരു രീതിയാണത്. 6 ക്യൂമാഡി സ്ക്വയർ വെച്ചിട്ടല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം.
അതേ രീതിയിൽ തന്നെയാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ്റെ ടെസ്റ്റും പോകുന്നത്. അതിന് സ്റ്റെപ്പുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോർത്ത് വൺ, ഗോൾഫെൽ ക്വാണ്ടം ടെസ്റ്റ്. ഓട്ടോ കോറിലേഷൻ. എന്താണ് ഓട്ടോ കോറിലേഷൻ? പ്രധാനമായിട്ടും ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്, നമ്മൾ മൾട്ടി കൊലിനിയാരിറ്റി നമ്മൾ കണ്ടു, അല്ല മൾട്ടി കൊലിനിയാരിറ്റി നമ്മൾ പറഞ്ഞില്ലല്ലേ, ഹെട്രോസ്ലാസിറ്റി നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ കോറിലേഷനാണ് പറഞ്ഞത്, അതായത് ഡിസ്റ്റർബൻസ് ടേമിനകത്തുള്ള ടേം തമ്മിലുള്ള വാരിയൻസ് സിമിലർ അല്ലാത്ത അവസ്ഥ, അതായത് കോറിലേഷൻ്റെ രീതി തന്നെയാണ് പറയുന്നത്. ഇനി ഓട്ടോ കോറിലേഷൻ എന്ന് പറയുമ്പോഴും എന്താണ്, കോറിലേഷൻ ഓട്ടോ ആകുക എന്ന് വെച്ചാൽ സപ്പോസ് നമുക്ക് പറയാം, 3 ടൈപ്സ് ഓഫ് ഡേറ്റയാണ് നമുക്കുള്ളത്. 3 തരത്തിലുള്ള ഡാറ്റയാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ 3 തരത്തിലുള്ള ഡേറ്റ? ടൈം സീരീസ് ഡേറ്റ, ക്രോസ് സെക്ഷൻ ഡേറ്റ ആൻഡ് പൂൾ ഡേറ്റ എന്ന് പറയും. ഓക്കെ, പൂൾ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം സീരീസ് ഡാറ്റയും ക്രോസ് സെക്ഷനിലും കൂടി ടുഗദർ ആകുമ്പോഴത്തേനാണ് നമ്മളെന്ന് പറയാം പൂൾ ഡാറ്റ എന്ന് പറയാം. ഹിയർ ക്രോസ് സെക്ഷൻ, ടൈം സീരീസ് and the combination of cross section and time series is also known as pool data. In developing the classical linear regression model, we made several assumptions. However, we noted that not all these assumptions would hold in every type of data. അതിപ്പോൾ ടൈം സീരീസ് എടുത്തോട്ടെ, ക്രോസ് സെക്ഷൻ എടുത്തോട്ടെ, പൂൾ ഡേറ്റ എടുത്തോട്ടെ, ഈ ഡാറ്റയ്ക്ക്, അതായത് നമ്മൾ CLRMൻ്റെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിൽ കുറേ അസംഷൻസ് നമ്മൾ ആദ്യം പഠിച്ചുവല്ലോ. എനിക്ക് തോന്നുന്നൊരു 10-11 അസംഷൻ, 9 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത്രയും അസംഷൻസ് എല്ലാം തന്നെ ഏത് ഡാറ്റ എടുക്കുമ്പോഴും അതിനകത്ത് ഫോളോ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ചില സമയങ്ങളിൽ ഈ എന്താ പറയേണ്ടത്, നമ്മളൊരു പർട്ടിക്കുലർ ഡാറ്റ എടുക്കുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആ സിറ്റുവേഷനെയാണ് നമ്മളീ പറഞ്ഞ എന്താണ് എക്കണോമെട്രിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എക്കണോമെട്രിക് പ്രോബ്ലംസ് ആണ് എന്ത്, മൾട്ടി കോലിനിയാരിറ്റി ആയിക്കോട്ടെ, ഓട്ടോ കോറിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെട്രോസ്ലാസിറ്റി ആയിക്കോട്ടെ, ഈ മൂന്നും എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ വയലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. എങ്കിൽ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ സെവറൽ അസംഷൻസ് നമുക്കുണ്ട്. ഹൗവർ വി നോട്ടഡ് ദാറ്റ് നോട്ട് ഓൾ ദീസ് അസംഷൻസ് വുഡ് ഹോൾഡ് ഇൻ എവറി ടൈപ്പ് ഓഫ് ഡേറ്റ. As a matter of fact, we saw in the previous section that the assumption of homozygosity or equal error variance may not be always tenable in cross-sectional data. Okay. ഇനി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? As a matter of fact, we saw in previous section that the assumption of homozygosity or equal error variance may not be always tenable in cross-sectional data. In other words, cross-sectional data are often plagued by the problem of heteroscedasticity. എന്ന് വെച്ചാൽ ഹെട്രോസ്ലാസിറ്റി ഉണ്ടാവാനുള്ള റീസൺസ് ഉണ്ടാവാം, മൾട്ടി കോലിനിയാരിറ്റി ഉണ്ടാവാനുള്ള റീസൺസ് ഉണ്ടാവാം. ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങൾ ക്രോസ് സെക്ഷൻ ഡാറ്റയിൽ ഉണ്ടാവാം. However, in cross section studies, data are often collected on the basis of a random sample of cross sectional units such as households, firm, so that there is no prior reason to believe that the error term pertaining to sample is correlated with the error term of another sample. If by chance such a correlation is observed in cross-sectional units, it is called spatial autocorrelation. That is correlation in space rather than over time. That means if we are taking some unit of measurement, that is if cross-sectional data relating to household or firm, അതായത് ചില സമയത്ത് നമ്മൾ സർവേ എടുക്കുമ്പോഴത്തേനും ഹൗസ് ഹോൾഡ് സർവേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫേമിനെ കുറിച്ചിട്ടുള്ള സർവേ ആയിരിക്കാം. അപ്പം നമ്മുടെ സർവേയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ ഡാറ്റയുടെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും അല്ലേ. അറിയാം, ഡാറ്റയുടെ സ്വഭാവം നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഒരു ക്രോസ് സെക്ഷനായിട്ടാണ് അനാലിസിസ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ കോറിലേഷൻ ഈ ക്രോസ് സെക്ഷണൽ യൂണിറ്റ് തമ്മിലും കാണാനായിട്ട് സാധിക്കും. ക്രോസ് സെക്ഷൻ, അതായത് രണ്ട് സെക്ഷനെയും നമ്മളെടുത്തിട്ട് ഇപ്പോൾ എന്താ പറയേണ്ടത്, ഇപ്പോൾ ഇൻകം എടുക്കുമ്പോൾ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എടുത്തു. അപ്പോൾ ഇൻകം നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് മാത്രമാണോ? അല്ല, ഒരുപക്ഷെ വേറെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് മാത്രമായിരിക്കാം, ഏജ് ഘടകമായിരിക്കാം. ചില പ്രത്യേക തരത്തിലുള്ള ഇൻകം എടുക്കുമ്പോൾ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് മാത്രമാണോ ഇൻകം നിശ്ചയിക്കുന്നത്? അല്ല, ഒരുപക്ഷെ എഡ്യൂക്കേഷൻ ആയിരിക്കാം. അപ്പോൾ
കുറേ വേരിയബിൾസ് തമ്മിൽ കോറിലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഡാറ്റയെ എടുക്കുന്ന സമയത്ത് ക്രോസ് സെക്ഷൻ ഡാറ്റ എടുക്കുമ്പോൾ അവിടെ കോറിലേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന രണ്ട് സ്പേഷ്യൽ, അതായത് രണ്ട് സ്പേസ് തമ്മിലെന്ന് പറയുമ്പോൾ അതിനെ പറയുന്നതാണ് സ്പേഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. സ്പേഷ്യൽ കോറിലേഷൻ അല്ല, കോറിലേഷൻ വരും ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, അതായത് സ്പേഷ്യൽ ഓട്ടോ കോറിലേഷൻ എന്ന് പറയും. ഇത് കോറിലേഷൻ ഇൻ സ്പേസ് റാദർ ദാൻ ഓവർ ടൈം. ക്ലിയർ ആണല്ലോ? However, it is important to remember that in cross-section analysis, the ordering of the data must have some logic or economic interest to make sense of any determination of whether autocorrelation is present or not. The situation, however, is likely to be very different if we are dealing with time series data, for the observation in such data follow a natural ordering over time so that successive observations are likely to exhibit intercorrelations, especially if the time intervals between successive observation is short, such as day, such as week or month rather than a year. If you observe stock price indexes, it is not unusual to find that these indexes move up or down for several days in succession. Obviously, in situations like this, the assumption of no autocorrelation ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സീരിയൽ കോറിലേഷൻ ഇല്ലാത്ത അവസ്ഥ, കോറിലേഷൻ in the error term that underlines the CLRM will be violated. This situation is termed as autocorrelation. അപ്പോൾ ഓട്ടോകോറലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിലെ അസംഷൻസിനെ വയലേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. വയലേറ്റ് ചെയ്യുമ്പോൾ ക്രോസ് സെക്ഷണൽ ഡാറ്റയിൽ, അപ്പോൾ ഓട്ടോകോറലേഷൻ ആണെങ്കിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്സ് ഓഫ് ഡേറ്റ ആയിരിക്കും. ഓട്ടോകോറലേഷൻ ആണെങ്കിൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് വെച്ചാൽ എത്ര ടൈപ്പ് ഡാറ്റയുണ്ട്? ടൈം സീരീസ് ആവാം, ക്രോസ് സെക്ഷൻ ഡാറ്റ ആവാം, പൂൾ ഡാറ്റ ആയിരിക്കാം. അതിനകത്തുള്ള വാരിയബിൾസ് തമ്മിൽ സ്പേഷ്യൽ കോറിലേഷൻ ഉണ്ടാവാം, അതില്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ ഉണ്ടാവാം, അതില്ലെങ്കിൽ ഹെറ്ററോസെഡാസ്റ്റിക് പ്രോബ്ലവും ഉണ്ടാവാം. ഓക്കെ, എങ്കിൽ നമുക്ക് നേച്ചർ ഓഫ് ഓട്ടോകോറലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം, റീസൺസ് എങ്ങനെയാണെന്ന് നോക്കാം, അതിന് തിയററ്റിക്കൽ പ്രാക്ടീസ് നേരത്തെ നമ്മൾ ഹെറ്ററോസെഡാസ്റ്റിക് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. നേച്ചർ ഓഫ് ഓട്ടോകോറലേഷൻ എങ്ങനെയായിരിക്കും? If there are no correlation between numbers of series of observation ordered in time or space, as is known as the assumption of no autocorrelation. എന്താ മനസ്സിലായത്? അതായത് ഈ ആ സീരീസിൽ, അതായത് ആ ഒരു സൈൻ സീരീസ് ഡേറ്റ എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ആ പർട്ടിക്കുലർ ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്ത ഡാറ്റയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഡാറ്റയിൽ ഒരു എന്താ പറയേണ്ടത്, വലിയ തരത്തിലുള്ള കോറിലേഷനൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ദർ ആർ നോ കോറിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ഓഫ് സീരീസ് ഓഫ് ഒബ്സർവേഷൻ ഓർഡേർഡ് ഇൻ ടൈം, അല്ലെങ്കിൽ സ്പേസ് ആവാം ടൈം ആവാം, എങ്കിൽ അതിനെ എന്ന് പറയുന്നത് എന്താണ്? നോൺ ആസ് ദ അസംഷൻ ഓഫ് നോ ഓട്ടോകോറിലേഷൻ. ഓട്ടോകോറിലേഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്റ്റർബൻസ് ടേമിൽ എന്താ ഉണ്ടാവുന്നത്? ഓട്ടോകോറിലേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ ഡിസ്റ്റർബൻസ് ടേം. UI എന്ന് പറയുന്ന ഡിസ്റ്റർബൻസ് ടേമിൽ ഓട്ടോകോറിലേഷൻ ഇല്ലാത്ത അവസ്ഥ. എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, E ഓഫ് UI UJ ഇസ് ഈക്വൽ ടു 0 ആവാം, എങ്കിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കാം? ഇസ് നോട്ട് ഈക്വൽ ടു J. ഓക്കെ, അതും ഈ പറഞ്ഞ കൂട്ടം നമുക്ക് എന്ത് ചെയ്യാം? ഈ പാറ്റേൺ ഓഫ് ഓട്ടോകോറിലേഷൻ നമുക്ക് നോക്കാം. എങ്ങനെ? ഈ ഗ്രാഫിലൂടെ നമുക്ക് നോക്കാം. ABCDE എന്ന് പറയുന്ന ഗ്രാഫിൽ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. എന്താ പ്രത്യേകത? A എന്ന് പറഞ്ഞ ഗ്രാഫ് പോകുന്നതും B, അതായത് എല്ലാ ഗ്രാഫിലും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെയും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ഓട്ടോകോറിലേഷൻ വരുന്നുണ്ട്. കണ്ടോ? എങ്കിൽ അതിനർത്ഥം എന്താണ്? ഓട്ടോകോറിലേഷൻ എന്ന് പറയുന്നത് എന്തെല്ലാം ആവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവും ആവാം. എങ്കിൽ ദ വാല്യൂ ഓഫ് ഓട്ടോകോറിലേഷൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? ഫ്രം -1 ടു +1. ഇനി ഇഫ് ദ വാല്യൂ ഓഫ് ഓട്ടോകോറിലേഷൻ എന്ന് പറയുന്നത് 0ക്ക് അടുത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഓട്ടോകോറിലേഷൻ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ദർ ഇസ് നോ ഓട്ടോകോറിലേഷൻ. ഓക്കെ, ഇനി പോസിറ്റീവ് ഓട്ടോകോറിലേഷൻ ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇറ്റ് occurs when an error of a given sign between two values of time series lagged by k followed by an error of the same sign when data exhibiting positive
Autocorrelation is plotted, the points appearing in a smooth snake-like curve as on the figure 3.4. നേരത്തെ നമ്മൾ കണ്ടില്ലേ സിഗ്സാഗ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നോക്കിക്കോ, കണ്ടോ? പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ, നെഗറ്റീവ് ഓട്ടോ കോറിലേഷൻ നോക്കിക്കേ, കണ്ടോ? അതായത് പോസിറ്റീവ് ആകുമ്പോഴത്തേനും കറക്റ്റ് ഒരു സ്മൂത്തിങ് ആയിട്ട് പോകും, നെഗറ്റീവ് ആകുമ്പോഴത്തേനും കൃത്യമായിട്ട് ഇന്ന രീതിയിലേ പോവുള്ളൂ, ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ഒരു കറക്റ്റ് മാനർ പറയാൻ പറ്റില്ല, പകരം ഒരു ഡിഫറെൻറ്റ് മാനേഴ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടൊക്കെയാണ് ഓട്ടോ കോറിലേഷൻ ഉണ്ടാകുന്നത്? വാട്ട് ആർ ദ റീസൺസ് ഫോർ ഓട്ടോ കോറിലേഷൻ? ഫസ്റ്റ് വൺ, ഇനേർഷ്യ, ദെൻ സ്പെസിഫിക്കേഷൻ ഓഫ് ബയാസ് എക്സ്ക്ലൂഡഡ് വാരിയബിൾ കേസിലാണെങ്കിൽ ഇനേർഷ്യ ആവാം, സ്പെസിഫിക്കേഷൻ ബയാസ് ആവാം, ദെൻ സ്പെസിഫിക്കേഷൻ ബയാസിൽ ഇൻകറക്റ്റ് ഫങ്ഷണൽ ഫോമും വരാം, ദെൻ കോബ്വെബ് ഫിനോമിന, ലാഗ്, മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ മാനിപ്പുലേഷൻ ഉണ്ടാകാം, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് ബാക്കി മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. സോ ദീസ് ആർ ദ ways in which autocorrelation can be done. Then what are the consequences of autocorrelation? ഈ autocorrelation കണ്ടെത്തി, ഇപ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് ടേം തമ്മിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ഹെറ്ററോസെസിറ്റി കണ്ടുപിടിച്ചു, എങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മളപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓട്ടോ കോറിലേഷൻ വൺസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ്? In the presence of autocorrelation, one should not use OLS for the estimation. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതായത് കോൺഫിഡൻസ് ഇൻ്റർവൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ്. അതായത് നമ്മളൊരു റിസർച്ച് തുടങ്ങുമ്പോഴത്തേനും നമുക്കൊരു ഹൈപ്പോത്തസിസ് ഉണ്ട് അല്ലേ, നൽ ഹൈപ്പോത്തസിസ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞത് എന്താ ചെയ്യുക, ഒന്നുകിൽ നമ്മൾ ഐദർ നമ്മൾ accept the null hypothesis or we have reject the null hypothesis. എങ്കിൽ ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും റിജക്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കൂട്ടം എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഓട്ടോ കോറിലേഷൻ ഉണ്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ടെസ്റ്റിൽ ഇതെല്ലാം അതായത് ക്ലാസിക്കൽ ഇൻ്റഗ്രേഷൻ മോഡലിലെ അസംഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അനി അല്ലാന്നുണ്ടെങ്കിലോ അത് വയലേറ്റ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ വയലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓയിൽലെസ് എസ്റ്റിമേഷൻ നടക്കില്ല. ഓക്കെ, സോ വി ഷുഡ് യൂസ് ജനറലൈസ് ലീസ്റ്റ് സ്ക്വയർ. നമ്മൾ ജനറലൈസ് ലീസ്റ്റ് സ്ക്വയർ ഉപയോഗിക്കേണ്ടത് ഓയിൽലെസ് അല്ല. അതിന് എന്തൊക്കെയാണ്, ബിക്കോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓട്ടോ കോറിലേഷൻ എന്തൊക്കെ സംഭവിക്കും? ദ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ് ആർ സ്റ്റിൽ ലീനിയർ ആൻഡ് അൺബയാസ്ഡ്. നേരത്തെ നമ്മൾ ഓട്ടോ കോറിലേഷൻ എന്താണ് ഹെറ്ററോസെസിറ്റി പറഞ്ഞ പോലെ തന്നെ. But they are not efficient compared to the procedures that take into account autocorrelation. In short, the usual oilless estimators are not blue because they do not possess the property of minimum variance. Minimum variance follow ചെയ്യാൻ പറ്റില്ല. Then apart from this, the other consequences of autocorrelation are the estimated variances of oilless estimators are biased. Sometimes the usual formulas to compute the variances and standard errors of oilless estimators seriously underestimate true variances and standard errors, thereby inflating t-values. Therefore, the usual t and f tests are not generally reliable. Here, usual t and f tests are not generally reliable എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു എന്താ പറയേണ്ടത്, സ്മോൾ സാമ്പിൾ സൈസ് അല്ലെങ്കിൽ ചെറിയ രണ്ട് വേരിയബിൾ തമ്മിൽ റിഗ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ടിയും എഫൊക്കെ. അപ്പോൾ ഈ ടിയും എഫും ജനറലായിട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലയബിൾ ആവാനായിട്ട് സാധ്യതയില്ല. എന്തുകൊണ്ടാണത്? ഓട്ടോ കോറിലേഷൻ ഉണ്ടല്ലോ, ഒരു എക്കണോമെട്രിക് പ്രോബ്ലം ഓൾറെഡി അവിടെ നിൽക്കുന്നതല്ലേ. In the usual formula to compute the error variance is a bias estimate of true sigma square. As a consequence, the conventionally computed r square, അതായത് goodness of fit ഉണ്ടല്ലോ, അത് മേ ബി അൺറിലയബിൾ മെഷേഴ്സ് ആയിരിക്കും. Then the conventionally computed variances and standard errors of forecast may also be inefficient. Okay? Then detection measures എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഹെറ്ററോസെസിറ്റി പ്രോബ്ലം ആണെങ്കിൽ ഡിറ്റക്ഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് തരത്തിൽ, അല്ലെങ്കിൽ ഫോമൽ രീതിയിലും ഇൻഫോമൽ രീതിയിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ ഇൻഫോമൽ രീതിയായിരുന്നു ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞത് അല്ലേ. അതല്ലെങ്കിൽ ചുമ്മാ ഒബ്സർവേഷനിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ടൈം സീക്വൻസ് പ്ലോട്ടിംഗ് ഫിഗർ 3.6 നോക്കി നോക്കൂ.
സ്റ്റാൻഡേർഡൈസ്ഡ് എന്നുള്ളത് ആ ഡോട്ടഡ് ലൈനും ആക്ച്വൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ആ കണ്ടിന്യൂസ് ലൈനുമാണ്. കണ്ടോ, റെസിജ്വൽസ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് റെസിജ്വൽസ് ഫ്രം ദ വേജസ് പ്രൊഡക്ടിവിറ്റി റിഗ്രഷൻ. സ്റ്റാൻഡേർഡ് റെസിജ്വൽസും അതും ഓക്കെ, അതാണ് ഗ്രാഫിക്കൽ. ദെൻ റൺസ് ടെസ്റ്റുകൾ റൺ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഡർബിൻ വാട്സൺ ഡി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡർബിൻ വാട്സൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഡർബിൻ വാട്സൺ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെല്ലാം റെമഡിയൽ മെഷേഴ്സാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ? ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദ ഓട്ടോ കോറിലേഷൻ ഈസ് പ്യുവർ ഓട്ടോ കോറിലേഷൻ ഓർ നോട്ട് ബിക്കോസ് ഓഫ് ദ റിസൾട്ട് ഓഫ് മിസ് സ്പെസിഫിക്കേഷൻ ഓഫ് ദി മോഡൽ. Then transformation of original model so that in the transformed model we do not have the problem of autocorrelation. In case of large sample we can review best method to obtain standard error of Euler's estimators that are corrected for autocorrelation. In some situation we can continue to use the Euler's method. The last method of econometric problem is multicollinearity. നമ്മൾ പറഞ്ഞ 3 തരം econometric problems ആണ് നമുക്കുള്ളത്: autocorrelation, heteroscedasticity ആൻഡ് മൾട്ടികോളിനിയാരിറ്റി. ഇനി മൾട്ടികോളിനിയാരിറ്റി സാധാരണ കണ്ടുവരുന്നത് എന്താണ്? മൾട്ടികോളിനിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിൽ അതിനുള്ളിൽ തന്നെ ആ വേരിയബിൾ തമ്മിൽ കോറിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് മൾട്ടികോളിനിയാരിറ്റി. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നോക്കാം. Another important assumption of the classical linear regression model is that there is no multicollinearity among the regressors included in the multiple regression models. ഞാനിത് പറഞ്ഞു തോന്നുന്നു ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത്. എങ്ങനെയാണ്? സപ്പോസ് ഇപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് വിചാരിക്കുക ഒരു മോഡലായിട്ട്. ക്യൂ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്തിൻ്റെ എല്ലാം ഫംഗ്ഷൻ ആയിരിക്കും? സോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എന്തെല്ലാം നമുക്ക് പറയാം? ഫെർട്ടിലൈസർ, ദെൻ ക്വാളിറ്റി ഓഫ് സീഡ്, റെയിൻഫാൾ, ഇറിഗേഷൻ, ഇങ്ങനെ പലതും പറയാം അല്ലേ. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു, അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്തെല്ലാമാണ്? നമ്മൾ ഈ പറഞ്ഞ് റെയിൻഫാൾ ആവാം, ദെൻ ക്വാളിറ്റി ഓഫ് സീഡ് ആവാം, പിന്നെന്താ പറഞ്ഞത്, അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആയിരിക്കും. അപ്പോൾ ഈ വേരിയബിൾ തമ്മിൽ റിലേഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇതിലേത് വേരിയബിൾ റിലേഷൻ ഉള്ളത് നിങ്ങൾക്ക് തോന്നുന്നത്? ഏത് വേരിയബിളാണ് റിലേഷൻ ഉള്ളതായിട്ട് തോന്നുന്നത്? ഇപ്പോൾ ഒരു പക്ഷേ റെയിൻഫാൾ അതല്ലെങ്കിൽ ഫെർട്ടിലൈസറും സീഡും തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കാം, റെയിൻഫാളും ഇറിഗേഷനും തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ CLRMൽ എന്താണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്? മൾട്ടി കോളിനിയാരിറ്റി ഇല്ല എന്ന് പറയുന്നതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി കോളിനിയാരിറ്റി അതല്ലെങ്കിൽ കോറിലേഷൻ ഉണ്ടെന്ന് പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വയലേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം റൺ ചെയ്യാൻ പറ്റില്ല. Okay, so in practice one rarely encounters perfect multicollinearity, but cases of near or very high multicollinearity can be found, where explanatory variables are linearly correlated in many instances. The term multicollinearity was coined in 1934 by Ragnar Fish in his book Confluence Analysis. Because of strong interrelationships among the explanatory variables, it becomes difficult to find out how much each of these will influence the dependent variable. Usually, economic variables are related in several ways, and because of interrelationships among the explanatory variables, often the statistical results gained from them are found to be ambiguous. A multicollinearity problem is said to exist. Under this section, we are explaining the nature, reasons, consequences, detection measures, and ways to solve the problem of multicollinearity. എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞു? മൾട്ടികൊളിനിയാരിറ്റി എന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? അങ്ങനെയാകുമ്പോൾ ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറിഗേഷൻ, റെയിൻഫാൾ, ഫെർട്ടിലൈസർ, സീഡ് എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ വിച്ച് വേരിയബിൾ ഈസ് മോർ കോറിലേറ്റഡ് ഓർ മോർ ഡിപ്പെൻഡൻറ്റ്, മോർ ഇൻഫ്ലുവൻസസ് ഓൺ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇസ് ക്വസ്റ്റ്യനബിൾ അല്ലേ. കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല ഏതാണ് യഥാർത്ഥത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടികൊളിനിയാരിറ്റി പ്രോബ്ലം നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണമെന്ന് പറയുന്നത്.
ഇനി nature of multicollinearity nature എന്താണ്? It refers to existence of more than one exact linear relationships and collinearity refers to existence of a single linear relationship. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ പറയാം എന്താണ് ഫോർ ദി k variable regression involving explanatory variables x1 x2 etc xk. ഇത് നമ്മൾ പറഞ്ഞ പോലെ q is equal to function of x1 x2 x3 അങ്ങനെ xk വേരിയബിൾസ് ഉണ്ടെങ്കിൽ x1 എന്ന് പറയുന്നത് 1 ആയിരിക്കാം, ഓരോ ഒബ്സർവേഷനും 1 ആയിരിക്കും. An exact linear relationship is said to exist if the following conditions are satisfied. Condition എന്താണ്? ലാംഡ 1 x1 പ്ലസ് ലാംഡ 2 x2 എക്സെട്ര എന്തായിരിക്കണം? ഇതെല്ലാം കൂട്ടിച്ചേരുമ്പോൾ 0 ആയിരിക്കണം. ഈ ലാംഡ എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ there is a chances of obtaining a sample of values where the regressors are related in this fashion are rare in practice. Today, however, the term multicollinearity is used in a broader sense to include the case of perfect multicollinearity as well as the case where the x variables are intercorrelated but not perfectly, so as follows. Lambda 1 x1 plus lambda 2 x2 plus etc എന്ന് പറയുന്നത് ലാസ്റ്റ് vi എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. സ്റ്റോക്കാസ്റ്റിക് ടേം ആണ് വി എന്ന് പറഞ്ഞാൽ നേരത്തെ യു എന്ന് പറയുന്ന സെയിം തന്നെ. ഓക്കെ, ഈ മൾട്ടികൊളിനിയാരിറ്റി ഉണ്ടാവാനുള്ള റീസൺസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ജനറലി ഇക്കണോമിക് വേരിയബിൾസ് ടെൻ ടു മൂവ് ടുഗദർ ഓവർ ടൈം. സാധാരണ ഇക്കണോമിക് വേരിയബിൾസ് എല്ലാം തന്നെ ഒരുമിച്ച് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കണോമിക് മാഗ്നിറ്റ്യൂഡ്സ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സെയിം ഫാക്ടേഴ്സ് ആൻഡ് കോൺസിക്വൻസ്. വൺസ് ദീസ് ഡിറ്റർമൈനിങ് ഫാക്ടേഴ്സ് ബിക്കം ഓപ്പറേറ്റീവ് ദ ഇക്കണോമിക് വേരിയബിൾസ് ഷോ ദ സെയിം ബ്രോഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഓവർ ടൈം. Growth and trend factors in time series are the most serious cause of multicollinearity. അതായത് സാധാരണഗതിയിൽ ഇക്കണോമിക് വേരിയബിൾസ് എല്ലാം തന്നെ ഒരേപോലെ ഇൻകം കൂടുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ പറയാം. എംപ്ലോയ്മെൻറ്റ് കൂടിയെന്ന് വിചാരിക്കുക, എംപ്ലോയ്മെൻറ്റ് കൂടിയാൽ ഇൻകം കൂടുന്നു, ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കൺസംഷൻ കൂടുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു, അങ്ങനെ എല്ലാം ഒരേ ഡയറക്ഷനിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു പക്ഷം മൾട്ടിക്കൊള്ളിനിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. Then the use of lagged values of some explanatory variables as separate independent variable. അതായത് ലാഗ്ഡ് വാല്യൂസ് ഉപയോഗിക്കുന്നതും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഡാറ്റ കളക്ഷൻ ടെക്നിക്ക് നമ്മൾ എടുക്കുന്നത് ലിമിറ്റഡ് റേഞ്ച് ഓഫ് വാല്യൂസ് ആണെങ്കിലും ചാൻസ് ഉണ്ട്. ദെൻ കൺസ്ട്രെയിൻസ് ഓൺ ദ മോഡൽ ഓർ ഇൻ ദ പോപ്പുലേഷൻ ബീയിങ് സാമ്പിൾഡ്. ദെൻ മോഡൽ സ്പെസിഫിക്കേഷൻ ആർ റിസ്ക്. Then an over-determined model, that is the model has more explanatory variables than the number of observations. നമുക്ക് അതായത് ഒബ്സർവേഷൻസിനെക്കാട്ടിലും കൂടുതൽ വേരിയബിൾസ് എക്സ്പ്ലനറ്ററി വേരിയബിൾസ് ഉണ്ടാകുന്ന അവസ്ഥയിലും ഈ പറഞ്ഞ പോലെ മൾട്ടികൊളിനിയാരിറ്റി സംഭവിക്കാം. എങ്കിൽ മൾട്ടികൊളിനിയാരിറ്റി ഉണ്ടായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ ഡാറ്റയ്ക്ക് ഉണ്ടാവുക? നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, പല രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ വയലേറ്റ്സ് നമുക്ക് എസ്റ്റിമേറ്റ്സ് നടത്താനായിട്ട് സാധിക്കും. It can be shown that even if the multicollinearity is very high, the Euler's estimators are still remains the property of blue. Theoretical consequence ആണെങ്കിൽ it's true that even in the case of high multicollinearity, the Euler's estimators are unbiased ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ it is true that collinearity does not destroy the property of minimum variance in the class of all linear unbiased estimators. The Euler's estimators have minimum variance, that is they are efficient, but it does not mean that the variance of Euler's estimator will necessarily be small. The multicollinearity is essentially a sample phenomena in the sense that even if the x variables are not linearly related in the population, they may be so related in the particular sample. Then practical consequence ഉണ്ട്. Although blue ആണെങ്കിലും Euler's estimators have large variance and covariance, making the decision difficult. Because of this, the confidence intervals tend to be much wider, leading to the acceptance of these zero null hypothesis more rapidly. Because of this, the t-ratio of one or more coefficients tend to be statistically insignificant in the case of high collinearity. The estimated standard error increase dramatically by making t-values smaller. അപ്പം t-value smaller ആകുമ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ therefore in such cases one increasingly accept നമുക്ക് null hypothesis accept ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാം. ഇനി ടി റേഷ്യോ ഇപ്പോൾ വൺ ഓർ മോർ കോഎഫിഷ്യൻസ് ഈസ് ഇൻസിഗ്നിഫിക്കൻ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്കലി, അതായത് ഗുഡ്നസ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത് r² എന്ന് പറയുന്നത് എന്തായിരിക്കാം, വെരി ഹൈ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ടി ടെസ്റ്റ് one or more of the partial slope coefficients are statistically insignificant and we accept the null hypothesis.
The oilless estimators and their standard errors can be sensitive to small changes in the data. The detection of multicollinearity. എങ്കിൽ multicollinearity നമുക്ക് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുക? ഫസ്റ്റ് വൺ, ദ ഹയസ്റ്റ് ആർ സ്ക്വയർ ബട്ട് ഫ്യൂ സിഗ്നിഫിക്കൻറ്റ് പി റേഷ്യോ. അതായത് ആർ സ്ക്വയർ, ഗുഡ്നസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത് ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഭയങ്കര ഹൈ ആയിരിക്കും, എന്നാൽ ടി റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സിഗ്നിഫിക്കൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? മൾട്ടി കോളിനിയാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ഹൈ പെയർ കോറിലേഷൻസ് എമംഗ് റിഗ്രസേഴ്സ്. റിഗ്രസേഴ്സ് ചെയ്യുന്ന സമയത്ത് ഹൈ പെയർ കോറിലേഷൻസ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ എക്സാമിനേഷൻ ഓഫ് പാർഷ്യൽ കോറിലേഷൻസ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഓക്സിലിയറി റിഗ്രഷൻ, ദെൻ ഈഗൻ വാല്യൂസ് ആൻഡ് കണ്ടീഷൻ ഇൻഡെക്സ്. അതായത് ഈഗൻ വാല്യൂ എടുത്ത് നോക്കുക, കണ്ടീഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ട്, പറയാം. അതായത് ഈഗൻ വാല്യൂസ് ആൻഡ് കണ്ടീഷൻ ഇൻഡെക്സ് ആർ വൈഡ്ലി യൂസ്ഡ് ടു ഡിറ്റക്ട് മൾട്ടിക്കോളിനിയാരിറ്റി. ഫ്രം ദ ഈഗൻ വാല്യൂ വി ക്യാൻ ഡിറൈവ് കണ്ടീഷൻ നമ്പർ k, that is maximum ഈഗൻ വാല്യൂ ഡിവൈഡഡ് ബൈ മിനിമം ഈഗൻ വാല്യൂ. ദ കണ്ടീഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് എടുക്കുക? റൂട്ട് ഓഫ് k. ആ k വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. The rule of thumb for using k and ci, condition index for detecting multicollinearity, is that if k is between 100 and 1000 ഇടയിലാണെങ്കിൽ ഒരു മോഡറേറ്റിനും സ്ട്രോങ്ങിനും ഇടയിലുള്ള മൾട്ടിക്കോളിനിയാരിറ്റിക്ക് സാധ്യതയുണ്ട്. ഇനി കെ വാല്യൂ എന്ന് പറയുന്നത് 1000 മുകളിലാണെങ്കിൽ സിവിയർ മൾട്ടിക്കോളിനിയാരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി കണ്ടീഷൻ ഇൻഡെക്സ്, അതായത് റൂട്ട് കെ എടുത്തു കഴിയുമ്പോൾ കണ്ടീഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് 10നും 30നും ഇടയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മോഡറേറ്റ് ടു സ്ട്രോങ് മൾട്ടിക്കോളിനിയാരിറ്റിയും, എന്നാൽ കണ്ടീഷണൽ ഇൻഡെക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ സിവിയർ മൾട്ടിക്കോളിനിയാരിറ്റി ഉണ്ടെന്നും പറയാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടോളറൻസ് ആൻഡ് വാരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ, IF എന്ന് പറയുന്നു. These are the important detective methods to find out multicollinearity. Then remedial measures. നമുക്ക് എന്തെല്ലാം ടെസ്റ്റുകൾ എങ്ങനെയാണ് സാധിക്കുന്നത്? What are the remedies to solve the problem of multicollinearity? The first one, a priori information, combining cross-sectional and time series data. രണ്ട് ഡാറ്റയും കമ്പയർ ചെയ്യുക. Then dropping a variable and specification bias. ഓരോ വേരിയബിളിനെ എടുത്ത് നോക്കുക. ദെൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി വേരിയബിളിനെ ട്രാൻസ്ഫോം ചെയ്യാം. അഡീഷണൽ ഓർ ന്യൂ ഡേറ്റ, ചിലപ്പോൾ നമ്മുടെ സാമ്പിൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ വേരിയബിൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഡാറ്റയെ ആഡ് ചെയ്താൽ ചില പക്ഷേ മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ. PC അനാലിസിസ് ഒക്കെ വരും. റീ തിങ്കിങ് ദ മോഡൽ, ഈ മോഡൽ ഒന്നുകൂടി ചിന്തിക്കുക, അതായത് ഈ മോഡൽ തന്നെ വേണം, അത് വേറെ വേണമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. ദെൻ അതർ റെമഡീസ്, ഫാക്ടർ അനാലിസിസ്, ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. അത് ഫാക്ടർ അനാലിസിസ് ഉപയോഗിക്കും. പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്, PCA എന്ന് പറയും. ദെൻ റിഡ്ജ് റിഗ്രഷൻ എക്സെട്ര. So these are the ways in which we can detect our multicollinearity in a model. Okay? So this is about third model.